നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂൾ കലോത്സവങ്ങൾ കേവലം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മാത്രം ഒതുക്കി നിർത്താതെ ജനകീയമാക്കി തീർക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. സ്കൂൾ കലോത്സവങ്ങൾ ജനകീയ ഉത്സവമാക്കി മാറ്റാൻ സാങ്കേതിക പ്രയാസങ്ങളുണ്ടെങ്കിൽ നിയമസഭയിൽ ചർച്ച നടത്തി മാറ്റാൻ ഒരുക്കമാണെന്നും സ്പീക്കർ. സർവകലാശാലകളിൽ ഗവർണർ നടപ്പാക്കുന്ന RSS അജണ്ടക്കെതിരെ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡും മതിലും മറികടന്ന് പോസ്റ്റ് ഓഫീസ് വളപ്പിലേക്ക് പ്രവേശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരിയിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ മത്സര ഫലത്തെ ചൊല്ലി സംഘർഷം. ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയിൽ അരങ്ങേറിയ കോൽക്കളി മത്സരത്തിലെ വിധി നിർണയത്തിൽ അപാകതയെന്ന് ആക്ഷേപിച്ചായിരുന്നു സംഘർഷം. പഴയങ്ങാടി രാമപുരത്ത് ചരക്ക് ലോറി ഇടിച്ച് വയോധികക്ക് ദാരുണാന്ത്യം. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ലോറി ഇടിച്ച് മരണപ്പെട്ടത് അതിയടം സ്വദേശി മഞ്ഞേരി വീട്ടിൽ ഭാർഗവി. വാർത്തകൾ വിശദമായി. സ്കൂൾ കലോത്സവം കേവലം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മാത്രം ഒതുക്കി നിർത്താതെ ജനകീയമാക്കി തീർക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. അരങ്ങിലെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനും പങ്കുചേരാനും ജനങ്ങൾക്കും ആഗ്രഹമുണ്ടാകും. കലകളെ സ്നേഹിക്കുന്നവരാണ് ജനം. ജനകീയ ഉത്സവമാക്കി സ്കൂൾ കലോത്സവത്തെ മാറ്റുന്നതിന് സാങ്കേതിക പ്രയാസമുണ്ടെങ്കിൽ നിയമസഭയിൽ ചർച്ച നടത്തി മാറ്റാൻ ഒരുക്കമാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. വീറും വാശിയോടുകൂടിയുള്ള മത്സരങ്ങൾ കുട്ടികൾ തമ്മിലായിരിക്കണം. അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലാകരുത്. പഠനേതര കാര്യങ്ങളിൽ ഒരുപോലെ ശ്രദ്ധിക്കാൻ കുട്ടികൾക്കാകണം. രാജ്യത്ത് പാഠപുസ്തകത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാനാണ് ചിലർ ശ്രമിക്കുന്നത്. മഹാത്മാഗാന്ധി പാഠപുസ്തകത്തിൽ നിന്ന് പുറത്തു പോകുന്നു. വലിയ രീതിയിൽ വെട്ടലും കുത്തലും നടക്കുന്നു. ഗാന്ധിജി വേണ്ട, ഗാന്ധിജിയുടെ കണ്ണട മതിയെന്ന നിലയിലായി. സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചും പഠിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. മത്സരം കുട്ടികൾ തമ്മിലായിരിക്കണം, രക്ഷിതാക്കളും ടീച്ചർമാരും തമ്മിലാവരുത്. രക്ഷിതാക്കളും കുട്ടികളും രക്ഷിതാക്കളും ടീച്ചർമാരും തമ്മിലാവാതെ കുട്ടികളും തമ്മിലാവണം. യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചപ്പോൾ എനിക്ക് അനുഭവം എന്താ അറിയാം. അതുപോലെ നറുക്കെടുക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ലോട്ട് കിട്ടേണ്ടതെന്താ ചെയ്യുക. ഫസ്റ്റ് ലോട്ട് ഒരിക്കലും ഒരു കുട്ടി ഇഷ്ടപ്പെടുന്നില്ല പെർഫോം ചെയ്യാൻ. അപ്പോൾ അവരെന്താക്കി ലോട്ട് എടുക്കാൻ വരില്ല. ഇതൊക്കെ ഈ മത്സരങ്ങളിൽ കണ്ട ചില പ്രവണതകളാണ്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യൂത്ത് ഫെസ്റ്റിവൽ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഞാൻ കണ്ട ശീലങ്ങളാണ്. പെർഫോമൻസ് നടത്തേണ്ട ഫസ്റ്റ് ടീം വരില്ല, ലോട്ട് എടുക്കാൻ വരില്ല. അവരിങ്ങനെ പോയി കഴിയും. ഞാൻ പണ്ട് പ്രസംഗ മത്സരത്തിന് പോയി. എനിക്ക് പ്രസംഗ സമ്മാനം കിട്ടിയില്ല. ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞു. അതായത് സ്കൂളിൽ നിന്ന് മോൾപോട്ട് പോയി അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സമ്മാനം കിട്ടാതെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിരാശപ്പെട്ട അടിസ്ഥാനവുമില്ല. നല്ല രീതിയിൽ പഠിക്കുക, ഉന്നത വിജയം മത്സരത്തിൽ പങ്കെടുത്ത് മാർക്ക് ടീമിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ വ്യക്തിഗത ഇനങ്ങളിൽ ജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇവിടെ പൊതുവിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ എന്താ? വിദ്യാഭ്യാസ മേഖലക്കകത്ത് വലിയ രീതിയിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി സേക്രഡ് ഹാർട്ട് HSSൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ വഴയിൽ ശശി അധ്യക്ഷനായി. കൗൺസിലർമാരായ ഫൈസൽ പുനത്തിൽ, റാഷിദ ടീച്ചർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ AP അംബിക, HSS RDD KR മണികണ്ഠൻ, കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ, VHC അസിസ്റ്റന്റ് ഡയറക്ടർ ER ഉദയകുമാരി, DEOമാരായ TV അജിത, C അനിത, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ രേഖ, പ്രധാനാധ്യാപിക AC സിസ്റ്റർ റോസറ്റ്, തലശ്ശേരി HM ഫോറം സെക്രട്ടറി CP സുധീന്ദ്രൻ, PTA പ്രസിഡന്റ് K സുഗീഷ്, സിദ്ദീഖ് കൂടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മാടമ്പി തറവാട്ടിലിളമുറ തമ്പ്രാന്റെ ഊമകളിവളല്ലോ ഭദ്ര സൗന്ദര്യത്തിടമ പെണ്ണിവ മനോഹരി മാടമ്പി വീട്ടിന് ഐശ്വര്യമാണിവൾ. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം.
പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡും മതിലും മറികടന്ന് പോസ്റ്റ് ഓഫീസ് വളപ്പിൽ പ്രവേശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബാരിക്കേഡ് മറികടക്കാൻ തുനിഞ്ഞതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കുക, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് നടത്തിയത്. SFI ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി നടത്തുന്ന രാജ്ഭവൻ മാർച്ചിനോട് അനുബന്ധിച്ചായിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ RSS വൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. PS സഞ്ജീവ്, വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പഴയങ്ങാടി രാമപുരത്ത് ചരക്ക് ലോറി ഇടിച്ച് വയോധികക്ക് ദാരുണാന്ത്യം. അതിയടം സ്വദേശി മഞ്ഞേരി വീട്ടിൽ ഭാർഗവിയാണ് മരിച്ചത്. ബുധനാഴ്ച 12:30 അപകടം. പിലാത്തറ പഴയങ്ങാടി KSTP റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. കർണാടകയിലെ ബെൽഗാമിൽ നിന്ന് പഞ്ചസാരയുമായി കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയാണ് അപകടത്തിന് ഇടയാക്കിയത്. രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അന്നദാന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു വയോധിക. ലോറിയുടെ അടിയിൽ കുടുങ്ങിപ്പോയ വയോധികയെ പഴയങ്ങാടി പരിയാരം പോലീസ് എത്തിയാണ് പുറത്തെടുത്തത്. പയ്യന്നൂരിൽ നിന്ന് അഗ്നിശമന സേനയുടെ റെസ്ക്യൂ ടീമും അപകട സ്ഥലത്ത് എത്തിയിരുന്നു. അപകടത്തിൽപ്പെട്ട വയോധികയെ പിന്നീട് ബന്ധുക്കളെത്തിയാണ് തിരിച്ചറിഞ്ഞത്. അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം കായിക പരിശീലനത്തിനും മുന്തിയ പരിഗണന നൽകണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. മുബാറക് സ്കൂൾ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി പുതുതായി നിർമ്മിച്ച അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ കോർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ബാസ്കറ്റ്ബോൾ രംഗത്തെ മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗതകാല പ്രതാപം തിരിച്ചുപിടിക്കണമെന്നും സ്പോർട്സിനെ നെഞ്ചേറ്റിയ കായിക പ്രേമികൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അംഗങ്ങളായതാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബാസ്കറ്റ്ബോൾ കോർട്ട് നിർമ്മിക്കാൻ സാധിച്ചതെന്നും സ്പീക്കർ പറഞ്ഞു. അതിന് സ്പോർട്സിന് പ്രയോറിറ്റി കൊടുക്കുന്നു മുബാറക് മാനേജ്മെന്റ്. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ എല്ലാവരും അക്കാഡമിക്കിൽ മാത്രം പ്രയോറിറ്റി കൊടുക്കുക. അതിന് വ്യത്യസ്തമായി മുബാറക് മാനേജ്മെന്റ് സ്പോർട്സിനും പ്രയോറിറ്റി കൊടുക്കുന്നു. അതുകൊണ്ടാണ് നല്ല ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ടാക്കി. ഇതിന് കുട്ടികൾ പരിശീലിക്കണം. കുട്ടികൾ പരിശീലിച്ച് ഹെൽത്ത് ഫിറ്റ്നസ്സിന് വേണ്ടി ഇപ്പം നാളെ നിങ്ങൾ ചിലരെങ്കിലും നല്ല സ്പോർട്സ് താരങ്ങളായി മാറട്ടെ. അതിനൊപ്പം നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിനും വളരെ പ്രധാനമാണ് ബാസ്കറ്റ്ബോൾ. നമ്മളൊക്കെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ എല്ലാ കളിയും കളിച്ചാണ്. എല്ലാ കളിയും ഇൻ ദ സെൻസ് സ്പോർട്സാണ്. ഇനി നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യില്ല. പൊതുവിൽ പ്രസംഗങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ തലശ്ശേരിയിൽ ഏത് സ്കൂൾ വിദ്യാർത്ഥിയും ക്രിക്കറ്റും ഹോക്കിയും ബാസ്കറ്റും കളിക്കും. അതിൽ എക്സ്പേർട്സ് എന്ന് വെച്ചാൽ എക്സ്പേർട്സ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ കളിക്കാൻ അറിയാം. ഹോക്കി സ്റ്റിക്ക് എങ്ങനെ പിടിക്കണം, ബാസ്കറ്റ്ബോൾ എങ്ങനെ ട്രിപ്പിൾ ചെയ്യണം, ബാസ്കറ്റ്ബോൾ എങ്ങനെ ബാസ്കറ്റ് ചെയ്യണം, ഈ മിനിമം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ക്രിക്കറ്റ് എങ്ങനെ കളിക്കണം, ബാസ്കറ്റ് എങ്ങനെ കളിക്കണം, ഹോക്കി എങ്ങനെ കളിക്കണം, ഇതെല്ലാവർക്കും അറിയാം. അതിൽ ചിലപ്പം പ്രബലന്മാരായ ആളുകൾ സ്കൂൾ ടീമിലെത്തും, ജില്ലാ ടീമിലെത്തും, സ്റ്റേറ്റ് ടീമിലെത്തും. അതിനപ്പുറത്ത് എല്ലാ കുട്ടികൾക്കും ബാസ്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഹോക്കി കളിക്കാനും അറിയുന്ന നാടാണ് തലശ്ശേരി. അക്കാഡമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ നോൺ അക്കാഡമിക്സ് കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മുബാറക് മാനേജ്മെന്റ് തയ്യാറായത്. കാര്യം മുബാറക് മാനേജ്മെന്റ് പ്രത്യേകത, ഇവരൊക്കെ അത്യാവശ്യം സ്പോർട്സൊക്കെ അറിയുന്നവർക്കല്ല. ഈ മാനേജ്മെന്റിന്റെ മുഖങ്ങളായി നിൽക്കുന്നവർ ഒരു കാലഘട്ടത്തിൽ പലതരത്തിൽ സ്പോർട്സ് ഇവന്റിൽ പങ്കെടുത്തവർ. അതാണ് അവർക്കിത് താല്പര്യം. അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് തയ്യാറാവില്ല. അവർക്ക് തയ്യാറാക്കിയ ക്ലാസ് ഉണ്ടാക്കണം, ക്ലാസ് ഡിജിറ്റലാക്കി മാറ്റാം. അതിന് വ്യത്യസ്തമായി തയ്യാറായത് സ്പോർട്സിനെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ഭാഗ്യത്തിന് ഈ മാനേജ്മെന്റ് ഭാഗമായി മാറി എന്നുള്ളതാണ്. ആ ഒരു ഗുണം നിങ്ങൾക്ക് ലഭിച്ചു.
ഏതായാലും 90 വർഷം പിന്നിടും ഈ സ്ഥാപനം ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് എ കെ സക്കരിയ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ സി ഹാരിസ് ഹാജി സ്പീക്കർക്ക് ഉപഹാരം നൽകി. സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി, പ്രിൻസിപ്പാൾ ടി എം മുഹമ്മദ് സാജിദ്, പ്രധാനാധ്യാപിക കെ ടി പി ആയിഷ, MMLP സ്കൂൾ പ്രധാനാധ്യാപകൻ വി കെ നാസർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എ പി സുബേർ, തഫ്ലി മാണിയാട്ട്, PTA പ്രസിഡന്റ് TVA ബഷീർ, മദർ PTA പ്രസിഡന്റ് KC തസ്നി, സ്റ്റാഫ് സെക്രട്ടറി PM അഷ്റഫ്, VC ഹാഷിം എന്നിവർ പ്രസംഗിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയിൽ അരങ്ങേറിയ കോൽക്കളി മത്സരത്തിൽ വിധി നിർണയത്തിൽ അപാകതയെന്ന ആക്ഷേപം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ബഹളം വെച്ചു. ഇതേ തുടർന്ന് മത്സരങ്ങൾ അല്പം വൈകി. കോൽക്കളി എന്നും ആസ്വാദകർക്ക് ആവേശം നൽകുന്ന കലാരൂപമാണ്. അതുകൊണ്ടുതന്നെ കലോത്സവ വേദികളിലെ കുട്ടികളുടെ പ്രകടനം കാണാൻ പ്രായഭേദമന്യേ ആസ്വാദകർ ഒഴുകിയെത്താറുണ്ട്. ചിറക്കര സ്കൂളിലെ കോൽക്കളി നടക്കുന്ന സദസ്സിന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. മത്സരം കഴിഞ്ഞപ്പോഴാണ് പുറത്ത് മത്സരാർത്ഥികളും രക്ഷിതാക്കളും വിധി നിർണയം നടത്തിയവരുമായി വാക്കുതർക്കം നടന്നത്. വിധി നിർണയത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തർക്കം. ഒന്നാം സ്ഥാനം കിട്ടിയ സ്കൂൾ വിധി നിർണയം നടത്തുന്നവരുമായി ഒത്തുതീർപ്പാക്കിയാണ് ഒന്നാം സ്ഥാനം നേടിയതെന്ന് മറ്റ് മത്സരാർത്ഥികൾ ആരോപിച്ചു. ജില്ലാ കലോത്സവ വേദിയിൽ കാഴ്ചകളും കലാമാമാങ്കങ്ങളും കാണാനെത്തുന്നവർക്ക് കാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാം. ബ്രണ്ണൻ സ്കൂളിലെ ഫുഡ് കോർട്ടിലെത്തിയാൽ വിശപ്പ് മാറ്റുന്നതിനോടൊപ്പം തലശ്ശേരി ബ്രണ്ണൻ സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാം. സംസ്ഥാന NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്ന പദ്ധതിക്ക് സഹായമേകാനായാണ് ബ്രണ്ണൻ സ്കൂളിലെ ഒന്നാം വേദിക്ക് സമീപം ഫുഡ് കോർട്ട് ആരംഭിച്ചത്. സ്കൂളിലെ ഹയർ സെക്കൻഡറി ബാച്ചിലെ NSS യൂണിറ്റ് അംഗങ്ങളാണ് വീടുകളിൽ നിന്നും സമൂസ, കായുണ്ട, ബ്രെഡ് റോസ്റ്റ്, ഉണ്ണിയപ്പം, അരിയുണ്ട തുടങ്ങിയ പലഹാരങ്ങൾക്കൊപ്പം വത്തക്ക, വെള്ളം, കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന നാരങ്ങ മുറിച്ച് ഉപ്പും മുളകും പുരട്ടി വിൽപ്പനയും നടത്തുന്നത്. ഉച്ചയ്ക്ക് 100 രൂപയ്ക്ക് ബിരിയാണിയും ഇവർ എത്തിച്ചു നൽകുന്നുണ്ട്. ഫുഡ് ഐറ്റം മാത്രമല്ല NSS യൂണിറ്റ് തയ്യാറാക്കിയ ഡിഷ് വാഷും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിൽ നിന്നും കിട്ടുന്ന ലാഭം സംസ്ഥാനത്താകെ നടപ്പാക്കുന്ന NSSന്റെ സ്നേഹഭവനം പദ്ധതിയിലേക്ക് കൈമാറുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നമ്മൾ ബ്രണ്ണൻ NSS വളണ്ടിയേഴ്സ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൾ നടത്താൻ ഉദ്ദേശിച്ചതിന്റെ കാരണം തന്നെ സ്നേഹഭവന എന്ന രീതിയിലാണ്. നമ്മൾ പാവപ്പെട്ട വീടില്ലാത്ത ആൾക്കാർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ വീട് നിർമ്മിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ വളണ്ടിയേഴ്സ് തന്നെ ഉണ്ടാക്കിയ ഫുഡും പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഡിഷ് വാഷും വിറ്റിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അതിന് കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ആരംഭിച്ച ഫുഡ് കോർട്ടിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും NSS അംഗങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് ലീഡർ അനാമിക, സെക്കൻഡ് ലീഡർ നിവേദിത എന്നിവരുടെ നേതൃത്വത്തിൽ 20ഓളം അംഗങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ജില്ലാ കലാമാമാങ്കത്തിന്റെ ഉദ്ഘാടനത്തിന് മാറ്റുകൂട്ടി സംഗീത അധ്യാപകർ ഒരുക്കിയ സ്വാഗതഗാനം. തലശ്ശേരിയുടെ സാംസ്കാരിക പൈതൃകവും ചരിത്രവും സമന്വയിപ്പിച്ച് ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനം കലാസ്വാദകരുടെ ആകെ മനം നിറച്ചു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സംഗീതം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു സ്വാഗതഗാനം. കണ്ണൂർ റവന്യൂ ജില്ലയിലെ 24 സംഗീത അധ്യാപകരാണ് സ്വാഗതഗാനത്തിൽ പങ്കെടുത്തത്. ഡോക്ടർ AS പ്രശാന്താണ് ഗാനത്തിന്റെ രചന. സംഗീത സംവിധായകൻ AM ദിലീപ് കുമാർ സംവിധാനം ചെയ്ത സ്വാഗതഗാനം ഉദ്ഘാടന ചടങ്ങിന് മികവേറ്റി. റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ സിദ്ദീഖ് കൂടത്തിലാണ് ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകിയത്.
തന്റെ പരിമിതമായ സ്വത്തിൽ ഒരു പങ്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിയാൻ സംഭാവന ചെയ്യാനൊരുങ്ങി വിരമിച്ച KSRTC ജീവനക്കാരൻ. ഇത് സംബന്ധിച്ച രേഖകൾ തയ്യാറായി വരികയാണ്. പുന്നോൾ നവനീതം വീട്ടിൽ VN പ്രഭാനന്ദനാണ് തന്റെ പേരിൽ എരഞ്ഞോളി ചോനാടത്ത് ബൈപ്പാസിനരികിലുള്ള കണ്ണായ ഭൂമിയിൽ നിന്നും റോഡരികിലുള്ള 1/2 സെന്റ് ഭൂമി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനായി ദാനമായി നൽകുന്നത്. ഇവിടെ ബസ് കാത്തു നിൽക്കുന്നവരുടെ പ്രയാസങ്ങൾ ബോധ്യപ്പെട്ടതിനാലാണ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന് തീരുമാനിച്ചതെന്ന് പ്രഭാനന്ദൻ പറഞ്ഞു. ഫ്രീ ആയിട്ട് സീനിയർ സിറ്റിസന് വെയിറ്റിംഗ് ഷെൽട്ടറായിട്ട് കൊടുക്കാൻ തീർച്ചയാക്കിയിട്ടുണ്ട്. അത് 3 മാസത്തിനുള്ളിൽ അളന്ന് തിട്ടപ്പെടുത്തി തരികയാണെങ്കിൽ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ എൻ്റെ എക്സ്പെൻസിൽ ചെയ്യും. തീരുമാനം എടുത്ത ഇപ്പം ഇനി കേസിനൊന്നും പോയിട്ട് അത് വാങ്ങിക്കേണ്ട ഇതില്ല. പിന്നെ ഈ ഏരിയയിൽ വെയിറ്റിംഗ് ഷെൽട്ടറൊന്നും ഇല്ല ജനങ്ങൾക്ക് ഇരിക്കാനൊന്നും. കുറേ ആൾ കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് സീനിയർ സിറ്റിസണിന് വേണ്ടി എൻ്റെ വക ഇരിക്കട്ടെ. ഒറ്റ നിബന്ധന മാത്രമേ പ്രഭാനന്ദനുള്ളൂ. പണിയുന്ന ഷെൽട്ടറിന് സീനിയർ സിറ്റിസൺ വെയിറ്റിംഗ് ഷെൽട്ടർ എന്ന് പേരിടണം. 3 മാസത്തിനകം സ്ഥലരേഖകൾ തയ്യാറാവുകയാണെങ്കിൽ സ്വന്തം ചിലവിൽ ഷെൽട്ടർ പണിത് നൽകുമെന്നും പ്രഭാനന്ദൻ പറഞ്ഞു. ഇവിടെയുള്ള സ്വത്തിൽ നിന്നും 1.5 സെന്റ് സ്ഥലം നേരത്തെ ബൈപ്പാസിന്റെ സർവീസ് റോഡിനായി ഇദ്ദേഹം വിട്ടു നൽകിയിരുന്നു. 1998 പ്രഭാനന്ദൻ KSRTCയിൽ നിന്നും വിരമിച്ചത്. ശമ്പള ഇനത്തിൽ ഇപ്പോഴും തനിക്ക് ലക്ഷങ്ങൾ കിട്ടാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. വജ്ര കൺവെൻഷൻ സെന്റർ, വലിയ വെളിച്ചം, കൂത്തുപറമ്പ. 1000 പേർക്കിരിക്കാനുള്ള സൗകര്യത്തോടു കൂടിയ എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയം. വിശാലമായ പാർക്കിംഗ് സൗകര്യം, ഡൈനിംഗ് ഹാൾ, മിനി പാർട്ടി ഹാൾ, സ്യൂട്ട് റൂംസ്, ഓപ്പൺ സ്റ്റേജ്. വജ്ര കൺവെൻഷൻ സെന്റർ നിയർ BS പെട്രോളിയം, വലിയ വെളിച്ചം, കൂത്തുപറമ്പ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 0490 2338 912. മൊബൈൽ 9846816762. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ 20 കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ടേലി ടവർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, നാരങ്ങാപുരം, തലശ്ശേരി. മാഹി മലയാള കലാഗ്രാമത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, കുച്ചിപ്പുടി, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ 20 മുൻപായി ലഭിച്ചിരിക്കേണ്ടതാണ്. ഫോൺ 0490233291 7907361149 944764. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി.
തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ചൊക്ലി ഭാഗത്ത് നിന്നും തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സുകൾ സേതാർവള്ളി വഴി പോകാതെ മഞ്ഞോടി വഴി മാത്രം പോകുന്നത് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നു. മുബാറക്ക് ഹൈസ്കൂളിലെ സ്കൗട്ട് വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് നിവേദനം സമർപ്പിച്ചു. പെരിങ്ങത്തൂർ ചൊക്ലി ഭാഗത്തു നിന്നും തലശ്ശേരിയിലേക്ക് വരുന്ന ബസ്സുകളാണ് മഞ്ഞോടി വഴി തലശ്ശേരിയിലേക്ക് വരുന്നത്. സേതാർപടികയിലുള്ള മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് ഏറെ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ഈ ഭാഗത്തുകൂടി ഓടേണ്ട ബസ്സുകൾ പോലും റൂട്ട് മാറ്റി മഞ്ഞോടി വഴി ഓടുന്നുവെന്നാണ് ഇവരുടെ പരാതി. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് യൂണിറ്റ് വിദ്യാർത്ഥികൾ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിന് നിവേദനം നൽകി. സ്കൗട്ട് ട്രൂപ്പ് ലീഡർ അദ്വയ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ഈ ഭാഗത്തുകൂടി ബസ്സുകൾ ഓടിക്കാൻ അടിയന്തരമായും നടപടി സ്വീകരിക്കണമെന്ന് PTA ഭാരവാഹികളും ആവശ്യപ്പെട്ടു. ഏകദേശം 1800ഓളം കുട്ടികൾ പഠിക്കുന്ന മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പെരിങ്ങത്തൂർ ഭാഗത്ത് വരുന്ന ബസ്സുകൾ മുഴുവനും ഇപ്പോൾ മഞ്ഞോടി വഴി പോകുന്നത് കൊണ്ട് രാവിലെ 8 മണി മുതൽ 10 മണി വരെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരവും 4 മണി മുതൽ 6 മണി വരെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വളരെയധികം വിഷമമുണ്ട്. കുട്ടികളിപ്പോൾ ടെമ്പിൾ ഗേറ്റിനപ്പുറം ഇറങ്ങിയിട്ട് ബസ് നടന്നു വരികയാണ് ചെയ്തത്. അതുകൊണ്ട് അധികാരികൾ ഇത് ആർട്ടിയോന് മുമ്പ് ഞങ്ങളൊരു നിവേദനം കൊടുത്തിരുന്നു. ഈ ഭാഗത്തു കൂടി പോകുന്ന ബസ്സുകൾ, അതിൻ്റെ പെർമിറ്റുള്ള ബസ്സുകൾ മുഴുവൻ രാവിലെ 8 മണി മുതൽ 10 മണി വരെയെങ്കിലും, അതുപോലെ തന്നെ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയെങ്കിലും ഈ ഭാഗത്തു കൂടി ബസ്സുകൾ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന്. നമ്മുടെ മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ധാരാളം കുട്ടികൾ ആ മേഖലയിൽ, പ്രത്യേകിച്ച് ചൊക്ലി, പാനൂർ, പെരിങ്ങത്തൂർ ആ ഭാഗത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അതിലേറെ ഒരുപാട് യാത്രക്കാർക്ക് സൗകര്യപ്രദമായി വരാൻ പറ്റുന്ന ഒരു റൂട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ബസ് പോലും, ഏകദേശം 99% ബസ്സും മഞ്ഞോടി വഴി പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ പ്രദേശത്തേക്ക് വരണമെങ്കിൽ ഒന്നെങ്കിൽ നങ്ങാരത്ത് പീടി ഇറങ്ങി മറ്റോട്ടോ പിടിച്ച് വരണം, അതല്ലെങ്കിൽ മഞ്ഞോടിയിൽ നിന്ന് ബസ് വരണം, അല്ലെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വീണ്ടും ഇങ്ങോട്ടേക്ക് ചുറ്റി വരേണ്ട അവസ്ഥയാണ്. ഇവിടെ വരുന്ന ബസ്സുകളെല്ലാം സേതാർ വഴിയിലൂടെ വരാതെ മഞ്ഞോടി വഴിയിലൂടെ പോവുകയാണ്. അത് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമായിക്കൊണ്ടിരിക്കുന്നു. പെരിങ്ങത്തൂരിൽ നിന്നോ തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മുമ്പ് കാലത്തെ സേതാർ വഴി വഴിയായിരുന്നു പോയിരുന്നത്. എന്നാൽ ഇന്ന് 99% എന്ന് തന്നെ പറയാം, ഒരു ബസ് മാത്രമേ ഇതിലെ പോകുന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഭാരത് സേവക സമാജ് ദേശീയ പുരസ്കാരത്തിന് കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ നന്ദാത്മജൻ കൊതേരി അർഹനായി. വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് ഈ പുരസ്കാരത്തിന് അർഹനായത്. സ്വന്തം കവിതകളിലൂടെ സാഹിത്യരംഗത്തും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലും അറിയപ്പെടുന്ന ഇദ്ദേഹം 18 വർഷക്കാലത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ വിവിധ സംഘടനകൾ ആദരിക്കുകയുണ്ടായി. സാഹിത്യമേഖലയിൽ നിരവധി സാഹിത്യ കൂട്ടായ്മകളുടെ അംഗീകാരവും ലഭിച്ചു. ഡിസംബർ 12-ന് തിരുവനന്തപുരം കവടിയാറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ BSS നാഷണൽ ചെയർമാൻ S. ബാലചന്ദ്രൻ ദേശീയ ബഹുമതി നൽകും. ധർമ്മടം വെള്ളൊഴുക്കിൽ എഡ്വേർഡ് ബ്രണ്ണൻ ലൈബ്രറി ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നിമിത്തമായ എഡ്വേർഡ് ബ്രണ്ണന്റെ പേരിൽ ബ്രണ്ണൻ കോളേജിനടുത്തുള്ള വെള്ളൊഴുക്കിലാണ് ലൈബ്രറി ആരംഭിച്ചത്. ലൈബ്രറിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് NK രവി നിർവഹിച്ചു. ഡോക്ടർ സുധ അഴീക്കോടൻ, PM പ്രഭാകരൻ, ഡോക്ടർ സംഗീത, M. വത്സലൻ, നൈജേഷ് എന്നിവർ സംസാരിച്ചു. KCDയും CDSCDയും സംയുക്തമായി തലശ്ശേരി താലൂക്ക് ബദിര സ്പോർട്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേരള T10 ബദിര ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു.
തലശ്ശേരി BR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. 2 ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റ് തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ഉദ്ഘാടനം ചെയ്തു. AISCD വൈസ് ചെയർമാൻ EK നൌഷാദ് പതാക ഉയർത്തി. അഡ്വക്കേറ്റ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി അനസ് സംസാരിച്ചു. K അഷ്റഫ് സ്വാഗതവും ബിജോയ് നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം സബ് കളക്ടർ സന്ദീപ് കുമാർ IAS ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ തരംഗമായി ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള അധ്യാപികമാരുടെ നൃത്താവിഷ്കാരം. KSTA പാനൂർ ഉപജില്ലാ അധ്യാപികമാരാണ് തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൃത്തം ചിത്രീകരിച്ചത്. ప్రకృతి పురుషులే పరవశించగా ప్రణవము వినుతించిన నాట్యం నయన మధురమై నటన సదనమై. അസ്മജ, ജിൻസി, ധൻഷ ചന്ദ്രൻ, പ്രജിഷ, ഹിത എന്നിവർ ചേർന്ന് തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തത്. അക്ഷയ് മോഹനാണ് ക്യാമറ കൈകാര്യം ചെയ്തത്. KSTA വനിതാ സബ് കമ്മിറ്റി കൺവീനർ PK ഷബിന, സബ് ജില്ലാ സെക്രട്ടറി K റിനീഷ് എന്നിവർ പിന്നണിയിൽ പ്രവർത്തിച്ചു. തങ്ങളുടെ നൃത്താവിഷ്കാരം സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായതിൻ്റെ ആഹ്ലാദത്തിലാണ് ഈ അധ്യാപികമാർ. സീനിയർ സിറ്റിസൺസ് ഫോറം പാറാട് യൂണിറ്റും SYS സാന്ത്വനം പാറാടും സംയുക്തമായി സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്ത് പരിശോധന നടത്തി. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെ സഹായത്തോടെ ഈസ്റ്റ് പാറാട് മദ്രസ പരിസരത്താണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P മഹിജ, VP ചാത്തു മാസ്റ്റർ, TP വിജയൻ, അബ്ദുൽ റഷീദ്, MP കുഞ്ഞബ്ദുള്ള, ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഡയറക്ടർ രായിൻകുട്ടി എന്നിവർ സംസാരിച്ചു. യൂസഫ് നീളപ്പറമ്പത്ത്, സനൽകുമാർ, CH യൂസഫ്, മൊട്ടത്ത് യൂസഫ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പ് വൻ വിജയമായിരുന്നെന്നും പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നെന്നും സംഘാടകരിൽ ഒരാളായ TP വിജയൻ പറഞ്ഞു. വൃക്കരോഗം സർവ്വസാധാരണമായുള്ള ഈ സമയത്ത് ഒരു വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തുക എന്നുള്ളത് ഞങ്ങളെ ഒരു വലിയ അഭിലാഷമാണ്. അങ്ങനെ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം ക്യാമ്പ് നടത്തുന്നവരെ ഇന്നിപ്പോൾ മാസങ്ങൾ മുമ്പേ ബന്ധപ്പെട്ടിട്ട് ഇന്നാണ് ഞങ്ങൾക്ക് ക്യാമ്പ് കിട്ടിയത്. ഇത് 350ാമത്തെ ക്യാമ്പാണ്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഈ നാട്ടിലും നമ്മളൊരു വൃക്കരോഗ നിർണയ ക്യാമ്പും അതുമാത്രമല്ല ഒരു രോഗബോധവൽക്കരണം, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വൃക്ക രോഗത്തിന് ആദ്യം അറിയില്ല, കുറേ കാലം കഴിഞ്ഞ് സീരിയസ് ആയാലേ അറിയൂ. അപ്പോഴൊക്കെ സങ്കീർണമാവും, ചികിത്സയും അത്ര ഫലപ്രദമാവില്ല. നേരത്തെ കണ്ടെത്തിയാൽ ചെറിയ മരുന്ന് കൊണ്ട് സാധിക്കും. ആ ഒരു ഉദ്ദേശത്തിലാണ് അവരും വന്നത്. ഞങ്ങൾ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞങ്ങളെ സഹായിക്കാൻ പാറാടുള്ള സ്വാന്തനം SYS നടത്തുന്ന സ്വാന്തനം എന്ന സഭയും കൂടി ഞങ്ങൾ അവിടെ ചേർന്നു. അവരും കൂടി ആയപ്പോൾ ഈ ക്യാമ്പ് കുറച്ചും കൂടി നന്നായി നടത്താൻ ഞങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസമുണ്ട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ശോഭിക വെഡ്ഡിംഗ് സെന്റർ, തലശ്ശേരി റോഡ്, കൂത്തുപറമ്പ്. വിഷു റംസാൻ പ്രമാണിച്ച് ശോഭിക വെഡ്ഡിംഗ് സെന്റർ കൂടുതൽ സെലക്ഷനോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ആഘോഷവേളകൾ ഏതുമാവട്ടെ, മനസ്സിനും ശരീരത്തിനും കുളിരു പകരുന്ന പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ബ്രാൻഡുകളുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ, കൂത്തുപറമ്പ്. വെഡ്ഡിംഗ് സാരികൾ, ലെഹങ്ക, വെഡ്ഡിംഗ് ഗൗൺ, ചുരിദാർ മെറ്റീരിയലുകൾ, ട്രെൻഡിംഗ് ടോപ്പുകൾ, കിഡ്സ് വെയർസ് തുടങ്ങി ലോകോത്തര ഷർട്ടിംഗ്, സ്യൂട്ടിംഗ്, ധോത്തി ബ്രാൻഡുകളായ LP, വാൻ ഹുസൈൻ,
അലൻസോളി ലിനൻ ക്ലബ്, റെയ്മണ്ട് ഓട്ടോ, മിനിസ്റ്റർ വൈറ്റ്, രാംരാജ് തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. ഫോൺ 8943111148. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങത്തൂർ ഒലിപ്പിൽ സ്വദേശി അക്ഷരക്കായുള്ള ചികിത്സാ സഹായത്തിന് കൈകോർത്ത് പെരിങ്ങത്തൂർ ജുമാഅത്ത് പള്ളിയും. മഹല്ല് കമ്മിറ്റിയുടെ ഫണ്ട് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് മാസ്റ്റർ ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങൾക്ക് കൈമാറി. ചികിത്സാ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് ആയാടത്തിൽ, ATK രതീഷ് പള്ളിപ്പറമ്പത്ത് എന്നിവർക്കാണ് സഹായധനം കൈമാറിയത്. മഹല്ല് സെക്രട്ടറി ഫൈസൽ കുണ്ടത്തിൽ, ഇമാം അനസ് റഹ്മാനി, PK നൌഷാദ്, സൈനുദ്ദീൻ തങ്ങൾ, കുഞ്ഞാറ്റ തങ്ങൾ, റഷീദ് മർഷിദ്, ഉമ്മർ കിള്ളന്റെവിട, സലീം തിരുമംഗലത്ത്, റഹീം സഫി, NA മുനീർ, നസീർ CH, KPS ഷംസീർ, OK സിദ്ദീഖ്, അഷ്റഫ് VOP, സിയാദ് കൂടത്തിൽ, മഷൂദ് ചെർണോത്ത് എന്നിവർ പങ്കെടുത്തു. ചെമ്പാട് ശ്രീ മുതുവനായി മടപ്പുര തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. പ്രാദേശിക കലാകാരന്മാരെ അവതരിപ്പിച്ച മെഗാ ഷോയും ഇതോടൊപ്പം അരങ്ങേറി. പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച സംഗീത നിശ, നൃത്യങ്ങൾ, മിമിക്സ്, ബാലെ എന്നിവ കോർത്തിണക്കിയ മെഗാ ഷോ ആസ്വാദക മനം കവർന്നു. ഇനി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ സിനിമയിലെ പോലെ പാട്ട് പാടി ഡാൻസ് ചെയ്യണം. ചിലപ്പോ വേണ്ടി വരും. അയ്യടാ, ആ വക ചീപ്പ് നമ്പർ ഒന്നും ഞങ്ങളെ കിട്ടില്ല. പാട്ട് പാടി ഡാൻസ് ചെയ്യണോക്കെ. എന്റെ പട്ടി ഡാൻസ് ചെയ്യും.
പോയല്ലേ? ബുധനാഴ്ച രാവിലെ 9-ന് ഉത്സവം കൊടിയേറി. ഉച്ചയ്ക്ക് 1 മണിക്ക് മലയിറക്കൽ, 4-ന് ശാസ്തപ്പൻ വെള്ളാട്ടം, 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം എന്നിവ നടന്നു. വ്യാഴാഴ്ച രാവിലെ ഗുളികൻതിറ, 8 മണിക്ക് ശാസ്തപ്പൻ തിറ, 9 മണിക്ക് തിരുവപ്പന, 12:30-ന് പള്ളിവേട്ട, 1:30-ന് പോതിത്തിറ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനവും ഉണ്ടാകും. നാദാപുരം ന്യൂക്ലിയസ് ഹോസ്പിറ്റലിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ഫാർമസി, സ്കാനിംഗ് സെന്റർ എന്നിവയുടെയും പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ന്യൂക്ലിയസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ആശുപത്രി കെട്ടിടം, ഓപ്പറേഷൻ തിയേറ്റർ, ICU എന്നിവ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും, ഫാർമസി പഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലിയും, നവീകരിച്ച സ്കാനിംഗ് സെന്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജയും ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സേവന നിരതമായ ഒരു നല്ല ആശുപത്രി സേവനം അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കുള്ള ആശംസകളും നേരുന്നു. അവരുടെ ഈ സംരംഭത്തിന് സർവശക്തൻ്റെ സഹായങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തന്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു. രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പുകൾ, രക്തഗ്രൂപ്പ് ഡയറക്ടറി രൂപീകരണം, മെഡിക്കൽ ബോധവൽക്കരണ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി വിവിധ പരിപാടികൾ ന്യൂക്ലിയസ് ഇതുവരെ നടത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം നാദാപുരത്ത് വെച്ച് മലബാറിലെ ഏറ്റവും വലിയ ഡോക്ടേഴ്സ് സംഗമം നടന്നു. ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ച് പൊതുസംഗമവും നടത്തി. ന്യൂക്ലിയസ് ചെയർമാൻ ഡോക്ടർ TP സലാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നാദാപുരം ഖാസി മേനക്കോത്ത് കുഞ്ഞബ്ദുള്ള ഹാജി വിശിഷ്ട അതിഥിയായി. അഖില മരിയാട്ട്, രജീന്ദ്രൻ കപ്പള്ളി, CK നാസർ, MC സുബൈർ, അബ്ബാസ് കണക്കൽ, സൂപ്പി നരിക്കാട്ടേരി, PP ചാത്തു, ആവോലം രാധാകൃഷ്ണൻ, വയലോളി അബ്ദുള്ള, VP കുഞ്ഞികൃഷ്ണൻ, അഹമ്മദ് പുന്നക്കൽ, മുഹമ്മദ് ബംഗ്ലത്ത്, CH മോഹനൻ, മോഹനൻ പാറക്കടവ്, KTK ചന്ദ്രൻ, VV റിനീഷ്, ഫൈസൽ എരോത്ത്, MP സൂപ്പി, ഡോക്ടർ PM മൻസൂർ, PP സക്കറിയ, ഡോക്ടർ ഇസ്മായിൽ, റഷീദ് കണ്ണേരവിട, റസൽ മുഹമ്മദ്, പൊന്നങ്കോട്ട് അബൂബക്കർ ഹാജി, ഹമീദ് വലിയാടി, VC ഇക്ബാൽ, TP ഇബ്രാഹിം, KG ലത്തീഫ്, CK അബ്ദുൽ റഹീം എന്നിവർ സംസാരിച്ചു. ജനറൽ മാനേജർ T നദീർ സ്വാഗതവും P സിറോഷ് നന്ദിയും പറഞ്ഞു. ചമ്പാട് അരയാക്കൂലിലെ വിമുക്ത ഭടൻ ഇല്ലത്തിടത്തിൽ IP ശ്രീധരൻ നമ്പ്യാർ നിര്യാതനായി. 90 വയസ്സായിരുന്നു. വിരമിച്ചതിനു ശേഷം പാനൂർ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്റർ ആയും ജോലി ചെയ്തു. നിലവിൽ കുടുംബക്ഷേത്രമായ വേട്ടക്കുരുമകൻ ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ, ചമ്പാട് NSS കരിയോഗം അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ലീലാമ്മയാണ് ഭാര്യ. വിമുക്ത ഭടൻ ശ്രീനിവാസൻ, ശ്രീകുമാർ, ശ്രീജിത്ത് എന്നിവർ മക്കളും, ഗീത, ശ്രീലത, സിന്ധു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ കലോത്സവങ്ങൾ കേവലം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മാത്രം ഒതുക്കി നിർത്താതെ ജനകീയമാക്കി തീർക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. സ്കൂൾ കലോത്സവങ്ങൾ ജനകീയ ഉത്സവമാക്കി മാറ്റാൻ സാങ്കേതിക പ്രയാസങ്ങളുണ്ടെങ്കിൽ നിയമസഭയിൽ ചർച്ച നടത്തി മാറ്റാൻ ഒരുക്കമാണെന്നും സ്പീക്കർ. സർവകലാശാലകളിൽ ഗവർണർ നടപ്പാക്കുന്ന RSS അജണ്ടക്കെതിരെ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡും മതിലും മറികടന്ന് പോസ്റ്റ് ഓഫീസ് വളപ്പിലേക്ക് പ്രവേശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരിയിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ മത്സര ഫലത്തെ ചൊല്ലി സംഘർഷം. ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയിൽ അരങ്ങേറിയ കോൽക്കളി മത്സരത്തിലെ വിധി നിർണയത്തിൽ അപാകതയെന്ന് ആക്ഷേപിച്ചായിരുന്നു സംഘർഷം. പഴയങ്ങാടി രാമപുരത്ത് ചരക്ക് ലോറി ഇടിച്ച് വയോധികക്ക് ദാരുണാന്ത്യം.
റോഡ് മുറിച്ച് കടക്കുമ്പോൾ ലോറി ഇടിച്ച് മരണപ്പെട്ടത് അതിയടം സ്വദേശി മഞ്ഞേരി വീട്ടിൽ ഭാർഗവി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.